കരുണാകരൻ, വിളിച്ചെഴുന്നേപ്പിക്കവരെ. സാർ എന്ത് കാണിക്കുന്ന വിടും. അത് തന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. അന്നം തരുന്ന ഈ സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെ വെച്ച് വേണോ നിന്റെ തോന്നിയാസം കാണിക്കാൻ? ഞങ്ങൾ എന്ത് തോന്നിയാസം കാണിച്ചെന്നാ സാറേ പറയുന്നേ? എന്ത് തോന്നിയാസം കാണിച്ചു? രണ്ടെണ്ണത്തിന്റെ കോലം തന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ ഇവിടെ എന്താ നടന്നേന്ന്? നിങ്ങളെ രണ്ടുപേരെയും കാണാനില്ലാന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഈ നാട് മുഴുവൻ അന്വേഷിക്കുമ്പോ നിങ്ങൾ ഈ ഗോഡൌണിനകത്ത് നിങ്ങളിവിടെ എന്തെടുക്കുമായിരുന്നു? എന്താ പാർവതി ഇത്? നീ ഇവിടെ ഉണ്ടെന്ന് മാഡത്തിനോടോ കൈലാഷിനോടോ ഒന്നും വിളിച്ചു പറയാൻ പാടില്ലായിരുന്നു നിനക്ക്? നിന്നെ കാണാനില്ലെന്നറിഞ്ഞപ്പോ കൈലാഷ് എന്തുമാത്രം പേടിച്ചെന്നറിയോ? ഞങ്ങൾ ഇതിനകത്ത് കുടുങ്ങിപ്പോയതാ. പുറത്തു വരാൻ കുറെ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. കള്ളം പറയുമ്പോഴേ അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കള്ളം പറയണം. ഗോഡൌണിനകത്ത് കുടുങ്ങിപ്പോയത്രേ. ഞാൻ കള്ളം പറഞ്ഞതല്ല അരവിന്ദ് സർ, സത്യമാ പറഞ്ഞത്. വീണ്ടും അതേ പല്ലവി തന്നെ. ഇനി ഈ നിൽക്കുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ നിഴലാന്നും കൂടി പറ. അല്ല, അത് ഞങ്ങൾ വിശ്വസിക്കാം. പാറു പറഞ്ഞത് സത്യമാണ് സർ. ഞങ്ങള് സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോ വാതിലടഞ്ഞു. കാറ്റാണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞ് വാതിൽ തുറക്കാൻ നോക്കിയപ്പോ തുറക്കാൻ പറ്റുന്നില്ല. ആരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. പുറത്തുനിന്ന് ആര് പൂട്ടാൻ? ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലാതെ വേറെ ആര് വരാനാ? പിന്നെ സെക്യൂരിറ്റി ഉണ്ട്, അയാള് പുറത്തല്ലേ. ആരെങ്കിലും വിളിച്ചാലല്ലാതെ അയാൾ ഇങ്ങോട്ട് വരുമോ? കമ്പനിക്കകത്ത് കയറേണ്ട ആവശ്യം അയാൾക്കില്ലല്ലോ. പറയുന്നൊന്ന് വിശ്വസിക്കൂ സർ. നിങ്ങളൊരു കഥ കെട്ടി ചമച്ചിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇവിടെ നിന്ന് വിളമ്പുമ്പോ അത് വിശ്വസിക്കാൻ ഞങ്ങളെന്താ പൊട്ടന്മാരാ? ഞങ്ങൾ എന്തിനാ കഥ കെട്ടി ചമയ്ക്കുന്നത്? ഞങ്ങൾ പറഞ്ഞ സത്യമാ. നീ മിണ്ടരുത്. ഞാൻ കരുണാകരൻ സാർ, വേണ്ട. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ഇവർ സമ്മതിച്ചു തരില്ല. കൈലാഷ്, പ്രിയനെയും പാർവതിയെയും കാണാനില്ല എന്ന് നീ വിളിച്ചു പറയുമ്പോൾ കോള് കട്ട് ചെയ്തിട്ട് സൈബർ സെല്ലിലുള്ള എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. ഞാൻ നിന്നോടത് പറഞ്ഞിരുന്നില്ല. രണ്ടുപേരുടെയും ലൊക്കേഷൻ ഇതാണെന്നാ അവനന്വേഷിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞത്. അങ്ങനെയാ നമ്മളിവിടെ വരുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച്. ഗോഡൗൺ തുറന്നത് നീയാ. ഗോഡൗൺ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉറക്കമാണോ? നന്നായി, ഉറങ്ങിക്കോ. ഇങ്ങനൊരു കാഴ്ച തന്നെയാണ് കൈലാഷ് കാണേണ്ടത്. ഈ കാഴ്ച കാണുന്ന നിമിഷം അവൻ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. പിന്നെ നിങ്ങൾ ഈ കമ്പനിയിൽ ഉണ്ടാവില്ല. കുറച്ച് സമയം കൂടി കിടന്നുറങ്ങിക്കോ. പറയൂ കൈലാഷ്, നീ കാണുമ്പോൾ ഈ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? കൈലാഷ് ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നതേ ഉത്തരവില്ലാഞ്ഞിട്ടല്ല. നിങ്ങളിൽ നിന്നേ കൈലാഷ് ഇത് പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ അങ്കലാപ്പ് കാരണം ഒന്നും പറയാനാവാതെ നിന്നുപോയതാ. എന്താ സംഭവിച്ചത് എനിക്കറിയില്ല സർ. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. ആരെങ്കിലും തെറ്റ് സംഭവിക്കും?
തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിപ്പിക്കാനല്ലേ ശ്രമിക്കൂ. എന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ട നിന്ന നിപ്പിന് മലക്കം പറയാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ എത്രയൊക്കെ മലക്കം പറയാൻ ശ്രമിച്ചാലും അതൊന്നും ഇവിടെ വില പോവില്ല. കാരണം നിങ്ങളെ കൈയോടെ പൊക്കിയത് ഞങ്ങളാരുമല്ല, കൈലാഷ് സാർ തന്നെയാ. ഇവൻ ഇവിടുത്തെ സൂപ്പർവൈസറാ. നീ ഇവിടുത്തെ താഴ്ന്ന നിലയിലെ ജോലിക്കാരിയാണെങ്കിലും കമ്പനിക്ക് പുറത്ത് നിങ്ങൾ രണ്ട് വ്യക്തികളാ. നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അതിന് ഇഷ്ടം പോലെ ഹോട്ടലുകളില്ല ഈ ടൗണില്.